ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിൽ പെട്ടെന്ന് തീരുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്താതെ കണ്ടു നോക്കിട്ടോ. ഗ്യാസ് കിട്ടാനില്ലാത്ത ഈ ഒരു സമയത്ത് നമ്മൾ ഗ്യാസിൽ ഒരുപാട് കൺട്രോൾ വരുത്തേണ്ടതാണ്. പിന്നെ നമ്മൾ ഗ്യാസ് കൂടുതലായി തീരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഗ്യാസും കുറ്റിയിൽ എത്ര ഗ്യാസ് ഉണ്ട് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ഇന്ന് മാറ്റിയൊരു ഗ്യാസും കുറ്റി കേട്ടോ. പിന്നെ ഗ്യാസ് തീർന്നൊരു കുറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സിലിണ്ടറിൽ എത്ര ഗ്യാസ് ഉണ്ടെന്ന് എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളത് നോക്കിയാലോ. ചിലവർക്കൊക്കെ അറിയായിരിക്കും, അറിയാത്തവർക്കുള്ള ഒരു വീഡിയോ ആണ് ഇത്. അത് ചെറിയൊരു ചോക്കും കഷ്ണം നമുക്ക് സംഘടിപ്പിക്കണ്ടോ. എനിക്ക് ചെറിയൊരു പൊട്ടിട്ടിയോണ്ട് ചെയ്യാം കേട്ടോ. ഇതൊന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യണം കേട്ടോ. വെള്ളത്തിന് മുക്കിയ ശേഷം നമ്മൾ ഗ്യാസും കുറ്റിയിൽ താഴെ വരെ ഒരു ലൈനാണ് കേട്ടോ. ഈ ഒരു ഗ്യാസും കുറ്റി ഇന്ന് മാറ്റിയതുകൊണ്ട് ഇതിൽ ഫുള്ള് ഗ്യാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൽ വരഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെറ്റായിട്ട് നിൽക്കും കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ സമയം കൊടുത്തിട്ട് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈ ആവത്തേ ഇല്ല. ഇത് ഏത് വരെയാണോ ഗ്യാസ് അതുവരെ നമുക്കത് ഡ്രൈ ആവില്ല. ഗ്യാസ് ഇല്ലാത്ത ഭാഗം നമുക്ക് ഡ്രൈ ആയി കാണാം കേട്ടോ. അല്ലാത്ത ഗ്യാസ് ഉള്ള ഭാഗം ഇങ്ങനെ വെറ്റ് പോലെ ആയിരിക്കും. നമ്മളിങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൽ വരയിക്കേണ്ടി നമുക്ക് ഗ്യാസ് ഇല്ലാത്ത സിലിണ്ടറിലും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടും ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. ഇതുണ്ടോ, ഇതുപോലെ ഇങ്ങനെ പെനഞ്ഞ് ഉണങ്ങാതിരിക്കും കേട്ടോ. അങ്ങനെയെങ്കിൽ ആ ഒരു ഭാഗം വരെ നമുക്ക് ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് നമ്മളെ ഗ്യാസിൽ എന്ന് തീരും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ നമുക്കിത് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണതൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തീർന്ന ഒരു ഗ്യാസും കുറ്റിയിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ നമുക്ക് സാധാ ഒരു സ്ലേറ്റിൽ എഴുതിയ പോലെ തന്നെ ആയിരിക്കും കേട്ടോ. അതിങ്ങനെ നമ്മൾ കൈ കൊണ്ട് മായ്ച്ചാൽ മുഴുവനായിട്ട് പോവും. അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതിന് ചോക്ക് വേണം നിർബന്ധമൊന്നുമില്ല. ഒരു നനഞ്ഞ തുണി വെള്ളത്തിൽ മുക്കി ഇങ്ങനെ തുടച്ച് കഴിഞ്ഞാലും ഗ്യാസ് ഇല്ലാത്ത ഭാഗം പെട്ടെന്ന് ഡ്രൈ ആയി പോകും. ഗ്യാസ് ഉള്ള ഭാഗം ഇങ്ങനെ ഉണങ്ങാതെ ഇങ്ങനെ നിൽക്കും കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഉണങ്ങും, പക്ഷേ പെട്ടെന്നൊന്നും ഉണങ്ങില്ല കേട്ടോ. അതുപോലെ തന്നെ ആ നനഞ്ഞ ഭാഗം പോലെ തന്നെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ ഈ ഗ്യാസിൻ്റെ ഈ വയറ് നമ്മൾ ഒരു കൊല്ലത്തിന് ശേഷം മാറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെറിയ ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് വല്ലാതെ മണക്കത്തില്ല, പക്ഷേ ഗ്യാസ് പുറത്ത് പോകുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് ഒന്നല്ലെങ്കിൽ അത് മാറ്റുക, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ചുറ്റി കൊടുക്കുക കേട്ടോ. മൂന്നാമത് ചെറിയ പ്രൈസിൽ ഗ്യാസ് സേവർ സ്റ്റാൻഡ് മീഷോയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഗ്യാസ് പുറത്ത് പോവാതെ നമുക്ക് കുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വേഗം നമ്മൾ അടുപ്പത്തുള്ളതാവും ചെയ്യും, ഗ്യാസ് സേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ബൈ.